ഹലോ എവരിവൺ, നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്തതാണ് സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം. നിഫ്റ്റി ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു പ്രൈസിൻ്റെ ഈ ഒരു സപ്പോർട്ട് ലെവലാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് ലെവലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ തിരിച്ച് മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ആണ്. പ്രൈസ് മുകളിലേക്ക് പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇന്നലെ പ്രൈസ് പോയിരിക്കുന്നത് 1 2 3 4 ഇവിടെ വരെ 4 5 6 7 8 മൂവ്സിലാണ് പ്രൈസ് പോയേക്കുന്നത്. സോ 8 മൂവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ബട്ട് ഇത്തിരി ടഫായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ. റെഗുലർ വ്യൂവേഴ്സ്, പഴയ വ്യൂവേഴ്സ്ക്ക് അവർക്കൊക്കെ ഇത് ക്യാപ്ചർ ചെയ്യാൻ ഈസി ആയിരിക്കും. ബട്ട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഇച്ചിരി ടഫായിരിക്കുള്ളൂ ഇന്നവർ ക്യാപ്ചർ ചെയ്തെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 കഴിഞ്ഞാൽ പിന്നെ ABC ആയിട്ട് താഴേക്ക് ഫോൾ വരണം. സോ നോക്കുകയാണെങ്കിൽ ABC ആയിട്ട് താഴേക്ക് ഫോൾ വന്നു, വീണ്ടും പ്രൈസ് ഹോളിലേക്ക് പോയി 3. ഇത് 3 ആയിരുന്നു. ഓക്കെ, 5 കഴിഞ്ഞ് 2, ഇത് 3, ഇത് 4 and 5. അങ്ങനെയാണ് ഞാനത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. ഓരോരോ സപ്പോർട്ട്, റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എല്ലാം അതുപോലെ തന്നെയാണ് പ്രൈസ് ഇന്ന് മുകളിലേക്ക് പോയേക്കുന്നത്. സ്മോൾ ടൈം ഫ്രെയിമിൽ ടഫായിരിക്കും, ബട്ട് റീഡ് ചെയ്യാനും ഈസി ആയിരിക്കും. സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടുന്ന് 1 2 3 4 5 ഇവിടെ 5 ആയി. 5 മൂവ്സ് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 1 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ABC ആയിട്ട് വരണം. പെർഫെക്റ്റ്ലി ABC 2 ആണ്. പിന്നെ 5 മൂവ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 മൂവ്സ് ആയിട്ട് പ്രൈസ് മുകളിലേക്ക് പോയി 3 ആയി. ABC ആയിട്ട് താഴേക്ക് വരണം. 1 2 3 4 ആയി, ഇത് 4 ആയി, മുകളിൽ 5th ആയി. ഇത് റോങ് ആയി ഇവിടെ. അങ്ങനെയാണ് പ്രൈസ് വരുന്നത്. ഇത് 3rd ആയി, ABC ആയിട്ട് 4 ആയി, ഇത് 5th ആയി. കണ്ട, അതാണ് എപ്പോഴും പറയാറുള്ളത്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയെടുക്കുക. എലിയറ്റ് വ്യൂ തിയറി നമ്മൾ പെർഫെക്റ്റ്ലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് മൂവ് കിട്ടും, നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇൻട്രാഡേ പർപ്പസിൽ കുറച്ച് ചെറിയ ചെറിയ മൂവ്സൊക്കെ നമുക്ക് ഈസിലി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ഈ ഒരു ഫോൾ ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ടോപ്പ് ഔട്ട് ആക്കിയല്ലേ, അതൊരു ചെറിയൊരു ട്രാപ്പ്, ഒരു വല്ലാത്തൊരു ട്രാപ്പായി പോയി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോയി ഈ ഒരു ലോ വെക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ് പ്രൈസ് ഇവിടെ വരെ പോകും, 960 വരെ പോകുമെന്നാണ്. 580 അവിടെ വരെ പോകാതെ പ്രൈസ് എന്ത് ചെയ്തു, 47 48 വരെ പ്രൈസ് പോയുള്ളൂ. അവിടെ നിന്ന് പ്രൈസ് റിജക്ഷൻ എടുത്തത്. സോ അതാണ് 5 മൂവ്സ് ആയ ട്രെയിലിംഗ് SL യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യും. ഇവിടെ അവർ വീണ്ടും ഇത് കണ്ട ട്രാപ്പ് ചെയ്തു, സഡൻ റെഡ് ക്യാൻഡിൽ ആൻഡ് പ്രീമിയം മെൽറ്റ് ആവാൻ തുടങ്ങി. ബട്ട് ഇവിടെ 5 മൂവ്സ് ആയി. അതാണ് 5th മൂവ് ശരിക്കും 81.20% വരെ പോകേണ്ടതാണ്. പക്ഷെ അവർ എന്ത് ചെയ്തു, പ്രോപ്പറായി ട്രാപ്പ് ചെയ്തു, 81 ടച്ച് ചെയ്യാതെ പ്രൈസ് താഴേക്ക് വന്നു. ദാറ്റ് മീൻസ് ഇത് A B and C ആയി. അതാണ് ഇവരുടെ കുഴപ്പം. ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന ഇതാണ്. നമ്മൾ അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കി എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ തന്നെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കോളാകും. മനസ്സിലാക്കി എടുക്കണം അപ്പോൾ തന്നെ മാർക്കറ്റിൽ എന്തൊക്കെ നടക്കുന്നു. നമ്മൾ അത് മനസ്സിലാക്കി എടുത്തില്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഒരു പെർഫെക്റ്റ് ട്രാപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്ത്, ഞാൻ പറഞ്ഞായിരുന്നു മാർക്കറ്റിൽ മീൻസ് പ്രൈസ് ഇത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരക്കണം. ഓക്കെ, ഞാൻ ഈ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രൈസ് ഇനി 8, ഈ ഒരു ബ്ലാക്ക് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ അത് നിയർ 820 ആണ്. അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും മുകളിലേക്ക് കയറും, ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യും. പ്രൈസ് എന്ത് ചെയ്തു, വന്നു സപ്പോർട്ട് എടുത്തു, ജസ്റ്റ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വന്നു. വീണ്ടും താഴേക്ക് വരുന്നുണ്ടെങ്കിൽ പ്രൈസ് തീർച്ചയായിട്ട് ഗ്യാരൻറ്റീഡ് ആണ്. പ്രൈസ് പിന്നെ മീൻസ് ഗ്യാരൻറ്റി എന്നുള്ളതല്ല, ഗ്യാരൻറ്റി എനിക്ക് പറയാൻ പറ്റില്ല, ബട്ട് യെസ് പ്രൈസ് പിന്നെ അത് കഴിഞ്ഞിട്ട് വീക്കാണ്. പിന്നെ ഡബിൾ കൺഫർമേഷൻ തരും. എങ്ങനെ, ഇപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയി, ഇവിടെ ബൗൺസ് വരുന്നു. ഓക്കെ, ബൗൺസ് ആയിട്ട് പ്രൈസ് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഈ ബ്ലാക്ക് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നു, ഈ ലോ ബ്രേക്ക് ചെയ്യുന്നു. ഈ അടിച്ചല്ലോ 820, ഈ സമയത്ത് ഇവിടെ അടിച്ചല്ലോ. ഓക്കെ, സോ 2 കൺഫർമേഷനാണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഇനി താഴേക്ക് തന്നെ പോകുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്തായിരുന്നു, പ്രൈസ് 820 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് എന്തായാലും 5 മൂവ്സ് കൂട്ടി, ഇത് 1 2 3 4 5 മൂവ്സ് കിട്ടി 1, ഇത് ABC ആയി 2, ഇത് 5 മൂവ്സ് ആയി 3, ആൻഡ് ഇവിടെ സപ്പോർട്ട് എടുത്തത് ABC ആയിട്ട് 4, ആൻഡ് പ്രൈസ് 5th പോയത്. ലീഡിങ് ആയാലും പാറ്റേൺ ഫോം ചെയ്തില്ല. ബട്ട് ഇതാണ് പറയണേ, മനസ്സിലാക്കിയെടുക്കും. ലൈവ് മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ഡിഫറൻസ്, വ്യത്യാസം. അതാണ് ഞാൻ 820 സപ്പോർട്ടാണ്. ഇനി 820 ബ്രേക്ക് ചെയ്താൽ പിന്നെ വീക്ക് സൈഡ് ഇരിക്കുക, ബട്ട് നോക്കിയിട്ടേ ഇരിക്കാവുള്ളൂ. കാരണം വെച്ചാൽ നോക്കിയിട്ടിരിക്കുക, പ്രൈസ് താഴേക്ക് വരും, ബട്ട്
സ്ലോലി വരും, ട്രാപ്പ് ചെയ്യും, ഈസി മൂവ് കിട്ടത്തില്ല, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇവിടെ തന്നെ മനസ്സിലാക്കിയെടുക്കാം. ഈ പോയിന്റ് തന്നെ മനസ്സിലാക്കിയിട്ട് ഇനി പ്രൈസ് ആൻഡ് സ്ട്രക്ചർ മാറി. ഓക്കെ, പിന്നെ മുകളിലേക്ക് പോകാൻ ചാൻസ് കുറവാണ്. പിന്നെ ട്രാപ്പ് ഇല്ല, മീൻസ് ഡയറക്റ്റ്ലി താഴേക്കാണ്. പിന്നെ വേറെ ഒന്നും നോക്കാനില്ല, ഡയറക്റ്റ്ലി താഴേക്കാണ് പ്രൈസ് പിന്നെ പോവുകയുള്ളൂ. ഓക്കെ, പിന്നെ സെക്കൻഡ് ലോ ബ്രേക്ക് ചെയ്യുന്നു, അതൊരു ഇതാണ്. ഇവിടെ സെക്കൻഡ് നമ്മൾ ഇത് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നു, അപ്പോൾ പിന്നെ താഴേക്ക് ഇരുന്നോളൂ. സമയം എടുക്കും ചിലപ്പോൾ സെക്കൻഡ് ഹാഫ്. അതാണ് ഞാൻ സെക്കൻഡ് ഹാഫിൽ ഒത്തിരി കമൻറ്റ് ഞാൻ ചെയ്തു, അവോയ്ഡ് ചെയ്യുക, മനസ്സിലാവില്ല. കാരണം വെച്ചാൽ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും ABC ആയിട്ട്, ഇത് ABC. പക്ഷേ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അവർ 1 2 3 4 അല്ലേ കൗണ്ട് ചെയ്യുള്ളൂ. 5 എവിടെ പോയി എന്ന് പറഞ്ഞാൽ അവർ നോക്കിയിരിക്കും. 5 ഇല്ല, അവർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അത് നോക്കേണ്ട കാര്യം. അവർ ദാറ്റ് മീൻസ് അത് ഫെയിലായി. 5th ഫെയിലിയർ എന്ന് പറഞ്ഞ ഒരു ഇതാണ്. ഞാൻ ഓൾറെഡി പണ്ടേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടില്ല. അതൊക്കെ സ്ലോലി ഡിസ്കസ് ചെയ്യാം, നോ വരി. ഓക്കെ, സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ലോവർ ലോ ആണ് പ്രൈസിൽ. ആൻഡ് ദെൻ ഇപ്പോൾ ഇന്നലത്തെ ഈ ലോയുടെ അടുത്താണ് ഇപ്പോൾ ക്ലോസിങ് വീക്കാണ്. ഇനി പ്രൈസ് നല്ലപോലെ വീക്കായിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നാളത്തേക്ക് എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ഓക്കെ, ഇനി ബിഗർ ടൈം ഫ്രെയിമിലാണ് LIS തുടങ്ങാൻ പോകുന്നത്. ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ പ്രൈസ് വരുന്നത് ABC A, B and C ആണ്. ഓക്കെ, ബട്ട് സിയുടെ ഈ ഒരു ബൗൺസ് ഇത്തിരി വീക്ക് ബൗൺസ് ആയിപ്പോയി. ഓക്കെ, ഇത്തിരി വീക്ക് ബൗൺസ് ആണ് ഇനിയുള്ളത്. സോ നാളെ മോർണിംഗ് നമുക്ക് നോക്കാനുള്ളത് പ്രൈസിൻ്റെ ഓപ്പണിംഗ് എവിടെയാണ്. ഗ്യാപ്പ് ഡൗൺ ആണോ ഓർ ഫർദർ വീക്ക്നെസ് ആണ് മാർക്കറ്റിൽ. ഗ്യാപ്പ് ഡൗൺ ഇതിൻ്റെ ബില്ലോ ആണെങ്കിൽ പ്രൈസ് പിന്നെ നല്ലപോലെ വീക്ക്നെസ് കിട്ടും. താഴത്തെ സപ്പോർട്ട് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇനിയും നമുക്ക് ഇത് നോക്കാനാണെങ്കിൽ ഇത് ഫുൾ സിയുടെ 1 ആയിരിക്കും. സിയുടെ 1 ആണ് ഇത്. 2യുടെ ബൗൺസ് ആയിരിക്കും ഇത്. ആൻഡ് 3 ഓൺ ഗോയിങ് ആണ്. ഓക്കെ, പിന്നെ അത് റീഡ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണ്? ഇത് സിയുടെ 1 2 3 ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് 3യിലേക്ക് സ്റ്റാർട്ടാവും. ഇപ്പോൾ 3 സ്റ്റാർട്ടായിട്ടില്ല. ഓക്കെ, ആ സമയത്തെ ലെവൽസ് നോക്കാനാണെങ്കിൽ ഈ ഒരു ഹൈ, ഇവിടുത്തെ ഒരു ഹൈ, ഇത് 1, ഇവിടെ വരെ 1, ബൗൺസ് വന്നത് 2. ഓക്കെ, അവിടെ ഒരു ആൻഡ് ഫോർദർ ലെവൽസ് നമുക്കത് ഇങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, 50% ലെവൽസ് സഡൻ ഇവിടെ തന്നെയാണ് 707. ശ്രദ്ധിക്കുക, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, ഞാൻ അവിടെ ഒരു ലെവൽ മാർക്ക് ചെയ്തെങ്കിൽ 707. ഓക്കെ, സോ 707 മാർക്ക് കിട്ടി. പിന്നെ 61.80% ആൻഡ് 81.80% ആൻഡ് ഫോർ ദ ലെവൽസ് 100% ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തെടുത്തോളൂ. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ലെവൽ നമുക്ക് കിട്ടും. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഓർ പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ, ഈ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സഡൻ സപ്പോർട്ട് ഇവിടെ കിട്ടും, ബൗൺസ് തരാൻ വേണ്ടി. ഓക്കെ, ഇനി നോക്കാനുള്ളത് നെക്സ്റ്റ് എന്താണ്? ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് നമ്മൾ ഇപ്പം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ? ഇത് A, ഇത് B, ഇത് C. ഓക്കെ, ഓവറോൾ ABC ആയി ഇവിടെ വരെ. ദെൻ ABC ആയി കഴിഞ്ഞാൽ വരുന്നത് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ A ആണ്. ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഫുൾ ABC കൗണ്ട് ചെയ്തത് പിന്നെ വരുന്ന A ആണ്. ബിയുടെ ഫോളോയിങ് ഗോയിങ് ആണ്. ഓക്കെ, സോ ബിയിൽ എത്ര മൂവ്സ് ഉണ്ടാവാറ്? 5 മൂവ്സ്. 1 മൂവ്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവേണ്ടതാണ്. റൈറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസ് മുകളിലേക്ക് തിരിച്ച് കയറണമെങ്കിൽ സിയുടെ ബൗൺസ് ആണ് തരുള്ളൂ. സിയുടെ ബൗൺസ് തരുമ്പോൾ വീക്ക്നെസ് ആയിരിക്കും സിയുടെ ബൗൺസ്. ശ്രദ്ധിക്കുക, സിയുടെ ബൗൺസ് വരികയാണെങ്കിൽ അത് വീക്കാണ്. കാരണം വെച്ചാൽ പ്രൈസ് ഇപ്പോൾ വീക്കായി, ഡയറക്റ്റ്ലി മുകളിൽ അടിച്ച് കയറ്റാനുള്ള ചാൻസസ് ഒന്നുമില്ല. ഓക്കെ, സോ പ്രൈസ് നാളത്തെ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓർ ഈ ലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലോഡ് അവിടെ അത് വെക്കുക. ഫസ്റ്റ് ടാർഗറ്റ് പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ തുടങ്ങിയ 5 മൂവ്സിൽ ഫസ്റ്റ് ടാർഗറ്റ് മിനിമം 61.80% തരും. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടാർഗറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 61.80% വരും. പിന്നെ 81, 27, 161.80% തരാറുണ്ട് പ്രൈസ്. ഓക്കെ, മിനിമം ടാർഗറ്റ് 61.80%. സോ നമ്മുടെ നിയറസ്റ്റ് ടാർഗറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ലോ തിരിച്ച് ബൗൺസ് ആണ് ഫസ്റ്റ് ചിലപ്പോൾ വരിക, ബൗൺസിൻ്റെ മുകളിലേക്ക് വരികയുള്ളൂ. സോ 61.80% ആണ് നമ്മുടെ നിയറസ്റ്റ് റെസിസ്റ്റൻസ്.
5 മൂവ്സിൽ ഇവിടെ വരെ പോവുകയാണെങ്കിൽ 5 മൂവ്സിൽ 1 2 3 4 5 സോ ഇവിടെ തന്നെ പ്രൈസ് ബോളിൽ പിന്നെ താഴേക്ക് റെലി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഇവിടുന്ന് നോക്കാനുള്ളത് മൂവ്സ് ആണ്. ഇവിടുന്ന് 5 ടൈമിൽ മൂവ്സ് ആണ്. ഇനി മുകളിലേക്ക് ബൗൺസ് വരുമ്പോൾ മൂവ്സ് 1 2 3 4 5. സിയിൽ 5 മൂവ്സേ ഉണ്ടാവുള്ളൂ, അതിനെ കൂടുതൽ മൂവ്സ് 5 സിയിലും ഉണ്ടാവാറില്ല. ഓക്കെ, സിയിൽ 5 മൂവ്സ് ഉണ്ട്. ബിയിൽ ബിയിൽ എത്ര വേണമെങ്കിൽ മൂവ്സ് ഉണ്ടാവും. എത്രയാണെന്ന് വെച്ചാൽ 3 5 ഓർ 7 വരെ ഐ തിങ്ക് ആണ്. ബട്ട് റിവേഴ്സൽ എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമുക്ക് റിവേഴ്സൽ എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും 1 2 3 4 5 ആയിട്ട് പോകും. സോ മാക്സിമം നാളെ ഫസ്റ്റ് ഫ്ലാറ്റ് ഓപ്പിങ്ങൾ ബൗൺസ് കിട്ടുവാണെങ്കിൽ ഇവിടെ വരെ ബൗൺസ് കിട്ടുള്ളൂ, പിന്നെ താഴേക്ക് വരുള്ളൂ. ഇൻ കേസ് ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ മാത്രമേ നോക്കിയിട്ട് പ്ലേ ചെയ്യുക. നാളെ ട്രാപ്പ് ഡേ ആയിരിക്കും, അത്രേ ഉള്ളൂ. നാളെ ട്രാപ്പ് ഡേ ആയിരിക്കും. ഈ ഡേലോ ബ്രേക്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ഡൗൺ സൈഡ് കിട്ടുള്ളൂ. ഓക്കെ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം. പ്ലീസ് എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. കൺഫ്യൂഷനാണ്, സ്ട്രക്ചർ ഇപ്പോൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇന്നലെ ഈസി ആയിരുന്നു, ഇന്ന് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണ്. സെക്കൻഡ് ഹാഫിലാണ് കൺഫ്യൂസ് ആക്കിയവർ. ബട്ട് ഈസി ട്രേഡ് നമുക്ക് കിട്ടും. ആ ഒരു ട്രേഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാറുക. കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഈസി ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ടഫാണ്. സെക്കൻഡ് ഹാഫ് ടഫ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഈസി ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ചിലപ്പോൾ ടഫായിരിക്കും. മീൻസ് ഓപ്പോസിറ്റ് ആക്കുന്നുണ്ട് അവർ, അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓവറോൾ സ്ട്രക്ചർ. സോ ശ്രദ്ധിക്കാം, ഈസി മൂവ് കിട്ടുന്നില്ല ഇപ്പോൾ, ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും കൂടി പ്ലേ ചെയ്യാൻ. ഓക്കെ, ഇനി ബാനിഫ്റ്റി ലെസസ് കിടക്കാം. ഇന്നലെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തായിരുന്നു, താങ്ക് യു സോ മച്ച്. എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യാം. ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് റെഗുലർ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്കമിങ് ടൈമിൽ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യാം. നമ്മുടെ ഇല്ലിറ്റ് വേവ് 1 ഇതുവരെ വേവ് 1ലേക്ക് നമ്മൾ കടന്നിട്ടില്ല. വേവ് 1 എന്ന് പറഞ്ഞാൽ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. നേരത്തെ ഷെയർ ചെയ്ത 1 2 3 4 5 ഓൾറെഡി ലേണിംഗ് വീഡിയോസിലുണ്ട്. അത് സിമ്പിൾ ബേസിക് ആണ്, ഡീപ്പ് നോളേജ് ആയിരിക്കും വേവ് 1 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വേവ് 1 നിങ്ങൾ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം. മിനിമം 50 ലൈക്സിലും ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. കാരണം വെച്ചാൽ വീഡിയോ ലോങ് ആയിരിക്കും, എൻ്റെ ടൈം ടേക്കിംഗ് ആയിരിക്കുള്ളൂ. ഞാൻ ഇവിടെ എല്ലാം ഷെയർ ചെയ്യുന്നത് ജസ്റ്റ് ലേണിംഗ് പർപ്പസിനാണ്. എല്ലാം ഫ്രീ ആണ്. ടെലിഗ്രാം ചാനൽ എനിക്കില്ല, വാട്സപ്പ് ചാനൽ എനിക്കില്ല, എല്ലാം യൂട്യൂബിൽ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. സോ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേവ് 1 സ്റ്റാർട്ട് ചെയ്യും. വേവ് 1 ഇതുവരെ നമ്മൾ വന്നിട്ടില്ല, ആകെ ബേസിക് മാത്രമേ ഇത്ര നാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം ഒത്തിരി പേര് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഇപ്പോൾ വേവ് 1ലേക്ക് കിടക്കാം. വേവ് 1 നല്ല ക്ലിയർ ആൻഡ് ബേസിക് ആയിരിക്കും. ഒത്തിരി പോയിന്റ് ടു പോയിന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ ഒരു ഫസ്റ്റ് വേവ് ക്രിയേറ്റ് ചെയ്യാനാണത്. ഈ ഹൈ എങ്ങനെ ആയിരിക്കും, ഈ ലോ എങ്ങനെ, ആ നെക്സ്റ്റ് ഹൈ എത്ര വരെ പോകും, ഈ ലോ എത്ര പോകും, മുകളിലത്തെ ഹൈ എത്ര പോകും, പിൻ പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒത്തിരി പേര് ഐ തിങ്ക് കണ്ടിട്ടുണ്ടാകും. എൻ്റെ ഒരു പേഴ്സണൽ എനിക്കറിയുന്ന ആളുകൾ അവർ കണ്ടിട്ടുണ്ടാകും. ചില സമയത്ത് എനിക്ക് പിൻ പോയിന്റ് കിട്ടാറുണ്ട്, എപ്പോഴും കിട്ടില്ല. ചില സമയത്ത് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ പറയാറില്ല എപ്പോഴും കിട്ടാറുണ്ടോ ഇല്ലാതെ. ചില സമയത്ത് എനിക്ക് കിട്ടാറുണ്ട്. അത് എങ്ങനെ കിട്ടുന്നത്, ഇതുകൊണ്ടാണ് പിൻ പോയിന്റ് ഒക്കെ കിട്ടുന്നത്, ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇല്ലിയറ്റ് വ്യൂ തിയറി കൊണ്ടാണ്. സോ പഠിക്കുക എല്ലാവരും കൂടി ഇല്ലിയറ്റ് വ്യൂ തിയറി. എൻ്റെ ചാനലല്ലെങ്കിൽ വേറെ ചാനലിൽ പഠിക്കുക. യൂട്യൂബ് ചാനലിൽ കിട്ടും, പല ഡിഫറെൻറ്റ് ചാനൽസ് ഉണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ കിട്ടും. അല്ലെങ്കിൽ ബുക്സ് ഉണ്ട്, ഇല്ലിയറ്റ് വ്യൂ തിയറി പഠിക്കാം മസ്റ്റായിട്ട്. ഇനി വേഗം നമുക്ക് ബാനിഫ്റ്റി ലെൻസസ് എടുക്കാം. ബാനിഫ്റ്റി സ്മോൾ ടൈം ഫ്രെയിമിൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം വെച്ചാൽ ഓൾറെഡി ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഇതിനകത്ത്. ചാനൽ തന്നെയാണ്, ഇതിൻ്റെ ഒരു ചാനലാണ്. ABC ആയിട്ട് നമ്മൾ പറയുന്നത് ABC ആയിട്ട് C 1 2 3 4 5 B ബൗൺസ് C. യെസ്, ഇതിപ്പോൾ ഈ ഒരു ലെഗ് ഫുൾ ഡൗൺ സൈഡാണ് കാണിക്കുന്നത്. 1 2 ഇത് 3 ഓൺ ഗോയിങ് ആണ്. 4 and 5 മേ ബി നാളെ ഇത് ട്രാപ്പ് ചെയ്യാതെ ഇരുന്നാൽ മതി. ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ കാണിച്ചിട്ട് തിരിച്ച് ബൗൺസ് ആകാതെ ഇരുന്നാൽ മതി. എനിക്കൊരു ഡൗട്ടുണ്ട്. സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഞാൻ പറയുന്നത്. എക്സാക്ട്ലി 61.80% ആണ്, 81.30% ആൻഡ് 100%. കാരണം വെച്ചാൽ 5 മൂവ്സ് ആണ് ശ്രദ്ധിക്കാനുള്ളത്. നാളെ ഗ്യാപ്പ് ഡൗൺ ആണ് എന്താണ് എനിക്ക് നോക്കാനുള്ളത്. ഇത് മെയിൻ അത് തന്നെയാണ് നമുക്ക്. ഓക്കെ, സോ ഇത് തേർഡാണ്, സിയുടെ തേർഡാണ് ഇപ്പോൾ ഇത് ഞാൻ കൗണ്ട് ചെയ്യുന്നത്. എങ്ങനെ, ഇത് 1, ഇത് 2, തേർഡ്. 3യിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. 3യിൽ എത്രാമത്തെ മൂവാണ്, 1 2 3, 4ത്തിൻ്റെ ബൗൺസ് ആൻഡ് 5ത്തിൻ്റെ ലോ. 5th എനി 2 വേവ് ഈക്വൽ ആയിരിക്കും. 5th ഇവിടെ വരെ വരുന്നു, അത് നോക്കുക, ഇവിടെ വരെ ആണോ ഇവിടെ വരെ ആണോ, അവിടെ വരെ വന്നിട്ട് തിരിച്ച് ചിലപ്പോൾ ബൗൺസ് വരും കേട്ടോ. ട്രാപ്പ് ചെയ്യും, ശ്രദ്ധിക്കുക. ബാനിഫ്റ്റി ഈസി അല്ല കാണുന്നത്.
ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. ബുളിഷ്നെസ് കാണുന്നില്ല, സോ നോക്കിയിട്ട് പ്ലീസ് ആവും. ബുള്ളിഷ്നെസ് വരാനാണെങ്കിൽ ഇൻ കേസ് ഇതിൻ്റെ അഭാവം നോക്കാവുള്ളൂ. ഓക്കെ, 2 ഡേ ഇതിൻ്റെ 2 ഡേ ഹൈ. ഓവറോൾ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അഭാവം മാത്രമേ ഉള്ളൂ. ഓവറോൾ ബുള്ളിഷ്നെസ്സിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്നിട്ട് ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ കൂടി. ഓക്കെ, അതുവരെ ഇതിനകത്ത് ഒന്നില്ല, ബൗൺസിൽ സെൽ ഓഫ് തന്നെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സെൻസെക്സ് കിടക്കാം, നാളെ എക്സ്പയറി ആണ്. സെൻസെക്സിൽ ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, പ്രൈസ് അത് തന്നെ ഫീൽ പോലെ തന്നെ ABC ആയിട്ട് പ്രൈസ് മുകളിലേക്ക് പോയിക്കണേ. പ്രൈസ് മുകളിലേക്ക് പോയത് ABC ആൻഡ് A. ദി B ആണ് ഓൺ ഗോയിങ്. ഓക്കെ, B ആണ് ഓൺ ഗോയിങ്. ഇതിൻ്റെ B ആണെങ്കിൽ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിൻ പോയിൻറ്റ് 101% ആണ്. 101% ഇവർ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ബൗൺസ് വരും. ഇതാണ് 101%. കണ്ടാ, ഇത് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ബൗൺസ് വരും. അറിയാലോ എല്ലാവർക്കും. AB 101% സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ സിനാരിയോയിൽ 127% പോകാൻ പാടില്ല. ഓക്കെ, 127% പോകാനേ പാടില്ല, 101%. അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെ ഇടയിൽ. ഓക്കെ, സോ ഇടയിൽ തിരിച്ച് മുകളിലേക്ക് കയറുവാണെങ്കിൽ ബൗൺസ് വരും. ആ ബൗൺസ് 5 മൂവ്സിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം അനാലിസിസ് ആണ്. ആ ബൗൺസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം അനാലിസിസ് 15 മിനിറ്റ്സിൽ 5 മൂവ്സ് മുകളിലേക്ക് തരും. എനിവേ 3 മൂവ്സ് നിങ്ങൾ പ്ലേ ചെയ്യാവുള്ളൂ. കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല, കാരണം വെച്ചാൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. ഇൻ കേസ് ഫ്ലാറ്റ് ഓർ പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ലോ ഇത് തന്നെ ആണെങ്കിൽ, സോ 5 മൂവ്സിൽ ബൗൺസ് 61.80%. 81 മിനിമം ക്രൈറ്റീരിയ ആണ് ഞാൻ പറയുന്നത്. 61.80% മിനിമം ഇത്ര വരെ പോകാറുണ്ട് 5 മൂവ്സിൽ. സോ 5 മൂവ്സ് സ്ലോ ആണെങ്കിൽ 5 മൂവ്സ് ഇവിടെ തീരും. ഇൻ കേസ് 1-2 മൂവ്സിൽ ഇവിടെ പോകുമ്പോൾ ദാറ്റ് മീൻ 3-4 ഇനി അപ്കമിങ് ടൈമിൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് 61.80%, 127 61.80% കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ലോ ഏതാണ് അതിലാണ് ഡിപ്പെൻഡ്. ലോ നോക്കണം. നാളെ ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണോ ലോ ആണോ. സ്ട്രക്ചർ ചേഞ്ച് ആവുന്നത് മീൻസ് ഫെർദർ ഫോൾ. ഓക്കെ, ഫെർദർ ഫോൾ എപ്പോഴും എങ്ങനെ കൗണ്ട് ചെയ്യുന്നത്? സപ്പോസ് നാളെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഓക്കെ, സോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് കൂടി നോക്കണം. എത്ര ഫോൾ വരുന്നത് എവിടെ നിന്ന്? തേർഡിൻ്റെ ഫോൾ ഇവിടെ നിന്നല്ലേ വരുന്നത്. സോ അത് എത്ര വരുന്നത്? 1, 2, 3. ഫോർത്തിൻ്റെ ബൗൺസ് ആണോ ആൻഡ് ഫിഫ്ത്തിൻ്റെ ഫോൾ ആണോ, അതാണ് നോക്കേണ്ടത്. സോ മോർണിംഗിൽ മച്ച് ബെറ്റർ എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ ഇവിടെ വരെ താഴെ കാണിച്ച് സഡൻ തിരിച്ച് മുകളിൽ കയറ്റി കൊണ്ടുപോകും പ്രൈസ്. പെർഫെക്റ്റ് ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ആൾ മോർണിംഗ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് സ്ട്രക്ചർ മൊത്തം കോളായി കിടക്കുന്ന എല്ലാത്തിൻ്റെയും ഹൈ ബുളിഷ്. ഇതിൻ്റെ അപ്പോൾ ഇനി ഇതിനകത്തൊന്നും പറയാനില്ല. ABC ആയിട്ട് പ്രൈസ് മുകളിലേക്ക് പോയി താഴേക്ക് Bയിലാണ് വരുന്നത്. ഈ ലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 50 മിനിറ്റ്സ് ആയി തിരിച്ച് മുകളിലേക്ക് ബൗൺസ് കിട്ടുള്ളൂ. റിവേഴ്സലല്ല, ബൗൺസ് കിട്ടുള്ളൂ. ശ്രദ്ധിക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.